എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇൻജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഈ മതപരമായിട്ട് പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല, പെൺകുട്ടികളെ അടിച്ചിട്ട് വളർത്തണം എന്നുള്ളതൊരു തെറ്റായ ഒരു കൺസെപ്റ്റാണ്. അത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ പുറത്തിറക്കി കഴിഞ്ഞാൽ എന്താ ബാക്കി നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരങ്ങനെ പറയും, നാട്ടുകാരിങ്ങനെ പറയും. നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിനായിരുന്നേ. നാട്ടുകാരാണോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്? നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടോ അതൊക്കെ ഒന്ന് വൈറലാക്കുക. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം ചിരിക്കും, അയ്യോ വീട്ടിലറിയും എന്നാണ്. പക്ഷെ നേരെ തിരിച്ചായിരിക്കണം. ഒരു പ്രശ്നം വന്നു ആദ്യം എൻ്റെ അച്ഛനെ അമ്മയും വിളിക്കാം, വീൽ ഗെറ്റ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ദിൽ സ്റ്റാൻഡ് വിത്ത് അസ് എന്നൊരു സാധനമാണ് ആക്ച്വലി പാരന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എക്സാക്ട്ലി. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ ഫാമിലിനെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ എനിക്ക് കോൺഫിഡൻറ്റോടുകൂടി വിളിക്കാൻ പറ്റിയാൽ അതാണ് ആ പാരൻസ് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം. ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു, ഞാൻ അവിടെ പോകുന്നു, ഞാൻ ഇവിടെ പോകുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഇതെല്ലാം അവർ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ മക്കൾക്കും പറ്റും, അതിനുള്ള അവസരം കൊടുത്തൂടെ എന്നാണ്. ബാക്കിയുള്ള പാരൻസ് മക്കളെ റെസ്ട്രിക്ട് ചെയ്ത പോലെ എൻ്റെ ഉമ്മേനെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തിയാൽ ആണ് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവുക പുറത്ത് ചാടാനുള്ളത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കുറ്റം പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് അവർ പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. എബിലിറ്റി കൂടുതൽ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് തന്നെയാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കെട്ടിയിട്ട് എന്ത് കിട്ടാനാ? ഇന്ന് എനിക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു മട്ടാഞ്ചേരിക്കാരിയാണ്, പക്ക കൊച്ചിക്കാരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റസ്മിൻ ബായ്. നമുക്ക് ചോദിക്കാം ആൾ ആരാണെന്ന് ആളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പറയൂ. ഹായ്. അപ്പോൾ എൻ്റെ പേര് റസ്മിൻ ബായ്. ഞാൻ ഇവിടെ എറണാകുളം സെൻട്രൽ സയൻസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഹൈലൈറ്റ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അതെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറയാം. അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരിക്കും കൂടുതൽ പിള്ളേരുമായിട്ട് കണക്റ്റഡ് എന്നുള്ളത്. ആക്ച്വലി ഐ ക്യാൻ റിലേറ്റ് ടു ദാറ്റ് ബിക്കോസ് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. ആളുടെ പേര് മെറീന എന്നായിരുന്നു, മെറീന ടീച്ചർ. പുള്ളിക്കാരിയാണ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുന്നത്. എല്ലാത്തിനും എന്തൊക്കെ ആളുകളുടെ പൊട്ടൻഷ്യൽ പുള്ളിക്കാരി പേഴ്സണലി അറിയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഇന്ന ക്ലാസ്സിൽ ഇപ്പോൾ ഇന്ന ആളെ വിളിച്ചോന്ന് ഇങ്ങനെയാണ് വരുന്നത്. ലൈക്ക് ദിസ് ആണ് പുള്ളിക്കാരി ചൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് പെർഫെക്റ്റ് ഡിസിഷൻ ആക്ച്വലി. പുള്ളിക്കാരിയാണ് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നത്. ഇത് ചെയ്യും, ഇത് ട്രൈ ചെയ്ത് നോക്ക്. മിസ്സിനോടുള്ള വില എങ്ങനെയാ? മിസ്സിനോടുള്ള വില എന്ന് പറഞ്ഞാൽ അല്ല ബാക്കിയുള്ള സ്കൂളിലെയും ടീച്ചേഴ്സിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ഒക്കെ. പക്ഷെ ഞങ്ങളുടെ സ്കൂളിലെ ആൾക്ക് നല്ല ഒരു പൊസിഷൻ. കാരണം പുള്ളിക്കാരിയാണ് ഈ സഹോദയൊക്കെ വരില്ലേ, അപ്പൊ ഫുൾ എഫേർട്ട് ഇട്ട് ഞങ്ങളുടെ സ്കൂളായിരുന്നു മോസ്റ്റ്ലി എപ്പോഴും ഇങ്ങനെ വിൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഡേ ആൻഡ് നൈറ്റ് ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ. പുള്ളിക്കാരി മാത്രമല്ല വേറെ ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഫീൽഡിലുള്ള ആളായതുകൊണ്ട് അതുകൊണ്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിൽ നിൽക്കുന്നതാണ്. പ്രശ്നം ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ആളെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആക്ച്വലി. കാരണം ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമല്ലേ. കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്കാണ് എല്ലാ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷ് മാത്സ് ഒക്കെ ആണെങ്കിൽ അവർ ഇത്ര ക്ലാസ് തൊട്ട് ഇത്ര ക്ലാസ് വരെയുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആ ഫുൾ സ്കൂള് അല്ലെങ്കിൽ ആ കോളേജിലെ കുട്ടികളെ കണ്ട് മനസ്സിലാക്കി അവരുടെ എബിലിറ്റി എന്താണ്. ഓക്കെ, ഈ കുട്ടീനെ നമുക്ക് ഇപ്പോൾ ഹൈ ജമ്പിലെടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഓട്ടത്തിന് ഇറക്കിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കബഡിക്കിറക്കാം, അല്ലെങ്കിൽ കൊക്കോ. അത് നമ്മൾ ഒരാളെ കാണുമ്പോഴും അവരെ നടത്തും, പിന്നെ അവരിപ്പോൾ നമ്മൾ എന്തെങ്കിലും ടാസ്ക് കൊടുത്ത് അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവനിപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ യോഗ ഡേ വന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ആ കുട്ടിക്ക് യോഗ അറിയാം, അപ്പം നമ്മൾ നീ ഒന്ന് ലീഡ് ചെയ്തൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഫസ്റ്റ് ടൈം ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ലീഡ് ചെയ്തു. അപ്പോൾ അവളുടെ പൊസിഷനും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം യോഗ ടീമിൽ എന്തായാലും ഇറങ്ങിക്കോ, ചിലപ്പോൾ സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആ കുട്ടി, അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, കഴിഞ്ഞ ആ കുട്ടി യോഗ കോളേജിൽ അങ്ങനെ ഒരു ടീം ഉണ്ടെന്നേ അറിയില്ലായിരുന്നു. എന്നിട്ട് ആ കുട്ടി സെക്കൻഡ് ഇയറിൽ യോഗയ്ക്ക് ഇറങ്ങി ആ കുട്ടിക്ക് സൗത്ത് സോൺ പോകാനുള്ള സെലക്ഷനും കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനാണ് കൂടുതൽ അറിയാൻ പറ്റും ഒരു കുട്ടിയുടെ എബിലിറ്റി എന്തൊക്കെയാണ്, ഏത് വരെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ റസ്മിൻ പേഴ്സണൽ ലൈഫിൽ ഈ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണോ? ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഫോണിൽ ആണല്ലോ, നമ്മൾ എന്തുണ്ടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോണിലാണ്. പക്ഷെ കുറച്ച് നമ്മൾ പ്രായമാവണതനുസരിച്ച് നമ്മുടെ ടേസ്റ്റൊക്കെ മാറുമല്ലോ. അപ്പോൾ ഇപ്പോൾ അധികം ഫോൺ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏത് നേരം മെസ്സേജ് അയക്കാനോ വിളിച്ചോണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കാനോ അങ്ങനെയുള്ളൊരു മൈൻഡൊക്കെ കുറവാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ ഒക്കെ ഉള്ളിൽ പോയാൽ ഇതിന്റെ ഒരു അവൈലബിലിറ്റി ഇല്ലല്ലോ. അവിടെ ചുറ്റുമുള്ള ആളുകൾ മാത്രമാണ് നമുക്കുള്ള എന്റർടൈൻമെന്റ്. അതെനിക്ക് ഇഷ്ടമാണ്, എന്റർടൈൻമെന്റ് ഇഷ്ടമാണ്, ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആൾക്കാരെ ഒരു പ്രോഗ്രാമിലേക്ക് എൻഗേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
സെലിബ്രിറ്റീസ് ആദ്യത്തെ ഒരു സീസണിലൊക്കെ എനിക്കൊന്ന് ഫുള്ളി സെലിബ്രിറ്റീസ് ആയിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ സീസൺ തൊട്ടാണ്, ലാസ്റ്റ് സീസൺ തൊട്ടാണ് ഒരു കോമണർ എന്നൊരു സംഭവം വന്നത്, വിച്ച് ഇസ് വെരി ഗുഡ് ആക്ച്വലി. നോർമൽ ആളുകളെയും, നോർമൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സെലിബ്രിറ്റി അല്ലാത്ത ആളുകളെയും, അതാണ് യൂസ് ചെയ്യുന്നത്, സെലിബ്രിറ്റി അല്ലാത്ത ആളുകളെയും ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇത്രയും ഹ്യൂജ് പ്ലാറ്റ്ഫോം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് പുറത്തുനിന്നേ അറിയാം, ഓഡിയൻസിന് അറിയാം, അവരുടെ ഒരു നേച്ചർ അറിയാം. പക്ഷെ ഒരു കോമണറായിട്ട് ചെല്ലുമ്പോൾ ഒരു ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഒരു ഡിസ്ക്രിമിനേറ്റീവ് ഒരു അങ്ങനത്തെ ഒരു നേച്ചർ വന്നേക്കാം. അപ്പം ഇഫ് യു ഗോയിങ് ഇൻ ഒരു മിസ്കോൺസെപ്ഷൻസ് ക്രിയേറ്റഡ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു മിസ്കോൺസെപ്ഷൻ എന്നുള്ള? അല്ല, ഞാൻ എങ്ങനെ എനിക്ക് കോമണറിന്റെ ഇതിലായിട്ട് കയറി ഞാൻ പോവാണെങ്കിൽ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവരോട് പറയാൻ പോകുന്നത് ആ ഒരു വാക്ക് യൂസ് ചെയ്യരുതെന്നാണ്. കാരണം കോമണർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഹൗസിൻ്റെ അകത്ത് എല്ലാവരും ഒരുപോലെ എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെലിബ്രിറ്റി ആണ്, നീ കോമണർ ആണ്, അല്ലെങ്കിൽ നീ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, യൂട്യൂബറാണ്, അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഞാൻ കയറുമ്പോൾ തന്നെ പറയും എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, വണ്ടർഫുൾ വണ്ടർഫുൾ, ദാറ്റ് ഇസ് വെരി ഗുഡ് ഐ ഗെസ്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വേണ്ട ശരിക്കും. മനസ്സിലായി. ഇങ്ങനെ ഇരിക്കുന്ന ആളല്ല എനിക്ക് ശരിക്കുള്ള റെസ്പോണ്ട് ഞാൻ പറയാം. കാരണം ബസ്സൊക്കെ തടഞ്ഞു നിർത്തി കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായ ഒരാൾ, എന്തായിരുന്നു സംഭവം? അത് ബസ്സൊക്കെ തടഞ്ഞു നിർത്തിയത് കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂണിയനിലൊക്കെ ഉള്ളത് കാരണം, യൂണിയൻ മെമ്പറൊക്കെ ആയത് കാരണം അത്യാവശ്യം പിള്ളേർക്കൊക്കെ അറിയായിരുന്നു. പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ വന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ കോളേജിൽ ടൈം കഴിഞ്ഞിട്ട് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് കുട്ടികളെ കയറ്റാതെ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം പോയി, രണ്ടാമത്തെ ദിവസം പോയി പ്രൈവറ്റ് ബസ്സുകൾ. കുട്ടികൾ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി. പിറ്റേ ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിന്നു, ഞാൻ നോക്കി ഏത് ബസ്സാണെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ബസ് കുട്ടികളെ കണ്ടതിനെ നിർത്താതെ പോകും. പിറ്റേ ദിവസം ഞാൻ വണ്ടിയായിട്ട് റെഡി ആയിട്ട് നിന്നു. നിർത്തില്ല എന്നറിയാം, പിന്നെ നമ്മൾ കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബസ് പോയി, ഞാൻ വണ്ടിയായിട്ട് ബാക്കിൽ പോയി, ബസ്സിൻ്റെ ബാക്കിൽ അടിച്ച് വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ കൂടി പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇവർക്കും വീട്ടിൽ പോകാനായിട്ടുള്ളതാണ്, ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നങ്ങളാണ്, പെൺകുട്ടികളാണ്, നിർത്തിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ വണ്ടി നിർത്തി പിള്ളേരെല്ലാം ബസ്സിൽ കയറ്റിയിട്ടാണ് വിട്ടത്. അത് അത്രേ ഉള്ളൂ. ചെറിയൊരു സംഭവം എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഇൻസിഡന്റ്. യൂഷ്വലി സിനിമയിലാണ് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയിലൊക്കെ ഇത് മറ്റേ പാർട്ടിക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് അങ്ങനെ ചെയ്യും. നമ്മുടെ കോളേജിൽ പാർട്ടി ഇല്ല, ഓട്ടോണോമസ് ആണ്, അപ്പോൾ പാർട്ടി ഒന്നും പാടില്ല. ശരിക്കും അത് നല്ലൊരു കാര്യമാണ്, കോളേജിൽ പാർട്ടി അധികം ഇല്ലാത്തത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം എന്തുണ്ടെങ്കിലും യൂണിയൻ മെമ്പേഴ്സ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇടപെടാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം മുതൽ ബസ് നിർത്തിയിട്ടാണ് പോയത്. പിന്നീട് ബസ്സുകാരാണ്, നമുക്ക് എത്ര കൺട്രോൾ ചെയ്താലും അവർക്ക് അവരുടേതായ രീതി ഉണ്ടാവും, അവർക്ക് ടൈമിംഗ് ഉണ്ടാവും അവരുടെ, അങ്ങനെയൊക്കെ പോകും. മനസ്സിലായി. ഇപ്പോൾ ഈ സിറ്റുവേഷൻ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഉള്ളിൽ ഈ ഏറ്റവും കൂടുതൽ ഈ അടി പിടി അതാണ് എപ്പോഴും കണ്ടുവരുന്നത്. അപ്പം നോർമൽ ഈ നമ്മുടെ ഡെയിലി ലൈഫിൽ ഹൗ ഡു യു ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണോ, അതോ വളരെ കാമായിട്ട് പീസായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണോ? അത് ആക്ച്വലി എനിക്കൊന്നു റെസ്പെക്റ്റോട് ചോദിക്കുന്നതിനാണ് റെസ്പെക്റ്റ് ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നതായിരിക്കും. എന്നാലും സ്വന്തമായിട്ട് അറിയാമല്ലോ ഞാൻ ഇങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അങ്ങനത്തെ ഒരാളാണോ? പണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ റിയാക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും, എന്നിട്ട് ദേഷ്യപ്പെടുന്നതാണെങ്കിൽ ഞാൻ നല്ല ദേഷ്യപ്പെടും, ആരാണെങ്കിലും നല്ല ദേഷ്യപ്പെടും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അവരുടെ അടുത്ത് പോയിരുന്ന് ചോദിക്കും എന്താണ് കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ തമ്മിലാണ് പ്രശ്നം, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് തമ്മിലാണ് പ്രശ്നം, ഞാൻ രണ്ടുപേരെ ഭാഗം കേൾക്കും. രണ്ടുപേരെ ഭാഗം കേട്ടിട്ട് അവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തിയിട്ട് സംസാരിക്കണം, അല്ലാതെ മാറി മാറി ഇരുത്തി സംസാരിക്കുന്ന പരിപാടി ഇല്ല. അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. കാരണം ഒരുമിച്ചിരിക്കുമ്പോൾ ആരും എല്ലാം അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആയി പോകാണല്ലോ, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഐ ഗെസ്, വിച്ച് ഇസ് എ ഗുഡ് ക്വാളിറ്റി ഐ ഗെസ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഞാനിപ്പോൾ സംസാരിച്ചതിൽ നിന്നും ഒരുപാട് പെർസെപ്ഷൻസ് ഉള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു വലിയ പ്ലാറ്റ്ഫോം, ഇപ്പോൾ ബിഗ് ബോസ് എന്ന് തന്നെയല്ല ഞാൻ പറയുന്നത്, ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, ഒരു ഹ്യൂജ് ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ വാട്ട് മെസ്സേജ് ഡു യു വോണ്ട് കൺവേ? അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യം. വേറൊരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. കാരണം ഇപ്പം ഞാൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു പെൺകുട്ടിയാണ്, എനിക്കിപ്പോൾ 28 വയസ്സായി, മാരീഡ് അല്ല, പക്ഷെ എനിക്കിപ്പോൾ ഒരു ജോബ് ഉണ്ട്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല.
പക്ഷേ ബാക്കി എൻ്റെ ഫാമിലിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടി ഈസി എനിക്കായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്പോർട്സ് ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യായിരുന്നു. ഞാൻ ഒരു 10th കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. അതായത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നുള്ളത്, ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് എനിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മിക്ക് എന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് എന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും വിട്ടത്. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ആക്ച്വലി, ഐ മസ്റ്റ് സേ. യെസ്, അങ്ങനെ ഒരു ഉമ്മീനെ കിട്ടാന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമോ നിൻ്റെ ഉമ്മീനെ പോലെ. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണെങ്കിൽ പോലും റസ്മി ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ പൊക്കോ. ഈവൻ ട്രിപ്പിന് പോകുമ്പോഴാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സ്, അപ്പോൾ റസ്മി ഉണ്ടോ അന്ന് നിങ്ങൾ പൊക്കോ. അത് കോൺഫിഡൻസ് ആണ്, അവരുടെ ഒരു സേഫ്റ്റി പോലെയാണ് അവരുടെ പാരൻസിനെ കാണുന്നത്. കാരണം അവർ നോക്കുമ്പോൾ ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു, ഞാൻ അവിടെ പോകുന്നു, ഞാൻ ഇവിടെ പോകുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഇതെല്ലാം അവർ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മക്കൾക്കും പറ്റും, അതിനുള്ള അവസരം കൊടുത്തൂടെ എന്നാണ്. കാരണം എൻ്റെ ഉമ്മി ബാക്കിയുള്ള പാരൻസ് മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്ത പോലെ എൻ്റെ ഉമ്മി എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെയും അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടവും ആർക്കും സംഭവിക്കില്ല. നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തിയാൽ ആണ് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവുക പുറത്ത് ചാടാനുള്ളത്. അവരെ ഫ്രീ ആയിട്ട് വിടാം, വെറുതെ പറത്തി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച്. ഇപ്പോൾ മാത്സ് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ മാത്സ് പഠിക്കാൻ വിടുക, അല്ലാതെ എഞ്ചിനീയറിംഗിന് കൊണ്ട് അല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് ചേർക്കാനല്ല ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളനുസരിച്ച് പാരൻസ് കുറച്ചൊന്ന് ഫ്രീ ആക്കി വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടികൾക്കും അവർ വിചാരിക്കുന്ന രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പെൺകുട്ടികളെ പുറത്തിറക്കി കഴിഞ്ഞാൽ ബാക്കി നാട്ടുകാരെന്ത് വിചാരിക്കുന്ന അതാണൊരു നാട്ടുകാരെന്ത് വിചാരിച്ചാലും നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരങ്ങനെ പറയും, നാട്ടുകാരിങ്ങനെ പറയും. നാട്ടുകാരല്ലല്ലോ നമുക്ക് ചെലവിനായിരുന്നേ. നാട്ടുകാരാണോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്? നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടോ അതൊക്കെ ഒന്ന് വൈറലാക്കുക, അതാണ് നാട്ടുകാർ ചെയ്യുന്നത്. അതിൽ കാരണം അവർക്ക് വേറെ പണിയില്ല, അവർക്ക് അവരുടെ ലൈഫ് പോയി, അവരുടെ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ചൊറിച്ചില് അതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മെയിൻ കാരണം. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഇൻജക്റ്റഡ്, അതായത് കൂടുതൽ ഈ മതപരമായിട്ട് പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ല, പെൺകുട്ടികളെ അടിച്ചിട്ട് വളർത്തണം എന്നുള്ളതൊരു തെറ്റായ ഒരു കൺസെപ്റ്റാണ്. അത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ മാലാഖമാരെ പോലെയും അല്ലെങ്കിൽ രാജകുമാരികളെ പോലെയും നോക്കണം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മദർസകളിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളിൽ ചെറുപ്പം മുതലേ ഇൻജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവർ വലുതാവും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആൾക്കാരോട് കൺവേ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അവർക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ എബിലിറ്റി കൂടുതൽ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് തന്നെയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കെട്ടിയിട്ട് എന്ത് കിട്ടാനാ? എനിക്കൊന്ന് എപ്പോഴും ആളുകൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ എ സോഷ്യൽ ബീയിങ്, അതുകൊണ്ട് നമ്മൾ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യണം എന്ന് ആളുകൾ പറയും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കര ഒരു ടോക്സിക് മെന്റാലിറ്റി എന്ന് തന്നെ ഞാൻ പറയും. ആരും ഒന്നും വളരുന്നില്ല, അവർ പണ്ട് എവിടെയോ നിൽക്കുന്നതേ ഉള്ളൂ, അവരിങ്ങനെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുട്ടികളെ അടച്ചിടുന്ന സംഭവം പറഞ്ഞാൽ കറക്റ്റ് സെന്റൻസ് ആണ് പറഞ്ഞത്. അതായത് കൂട്ടിലിടുന്നോറും അത് പൊട്ടിക്കാനുള്ള ഒരു ടെൻഡൻസിയെ വരത്തുള്ളൂ. എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് അറിയോ? എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പം യൂഷ്വലി ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എങ്ങനെ ആദ്യം ചിന്തിക്കും അയ്യോ വീട്ടിലറിയും എന്നാണ്. പക്ഷെ നേരെ തിരിച്ചായിരിക്കണം. ഒരു പ്രശ്നം വന്നു ആദ്യം എൻ്റെ അച്ഛനെ അമ്മയും വിളിക്കാം, വീൽ ഗെറ്റ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ദിൽ സ്റ്റാൻഡ് വിത്ത് അസ് എന്നൊരു സാധനമാണ് ആക്ച്വലി പാരന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ എന്താ ഇവര് കള്ളം ചെയ്യും പിള്ളേര്. കറക്റ്റ് അല്ല, പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഒരു രീതിയിലും ഒരു കുട്ടി കള്ളം പറയില്ല. ആവശ്യമില്ല, അതിന് നീഡില്ലാത്ത. ഇപ്പം പിള്ളേർ കള്ളം പറയുന്ന റീസൺ എന്താ? പേടി കൊണ്ടിട്ടല്ലേ കള്ളം പറയുന്നത്. ആ പേടി എന്നുള്ള എലമെന്റ് ഇല്ല, ഒരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാര്യമാണ്. ഇപ്പം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നതിന് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ
അങ്ങനെ കൂടുതൽ ഇരുന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങളായിട്ട് പോലും ഉമ്മ ഇന്ന് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഇവനിപ്പോൾ എൻ്റെ അനിയന് ഇങ്ങനെ ഒരു പ്രേമൊക്കെ ഉണ്ടായ സമയത്താണെങ്കിലും അവരും വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശരിക്കും ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുട്ടികളായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ അവർക്കും നമ്മളോടൊരു ട്രസ്റ്റും നമുക്കും അവരോടൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫാമിലീസ് ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന ഒരു സാധനം. അത് മീനാക്ഷി പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. അത് ഏറ്റവും കംഫർട്ടബിൾ ഈ ലോകത്ത് നമ്മുടെ പാരന്റ്സ് കഴിഞ്ഞിട്ടേ നമുക്കുള്ളൂ. ഈവൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സ് ഓരോ ടൈമിൽ ഓരോരുത്തരാണ്. അത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആണ്, വളരെ റെയർ കേസിൽ മാത്രമേ പെർമനന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും പെർമനന്റ് ആയിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ ഫാമിലിനെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ എനിക്ക് കോൺഫിഡൻറ്റോടുകൂടി വിളിക്കാൻ പറ്റിയാൽ അതാണ് ആ പാരൻസ് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം. എക്സാക്ട്ലി. നമ്മൾ ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് തന്നെ മാറി, പക്ഷേ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ സംസാരിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇത് ഫോളോ ചെയ്തിരുന്നോ? സീസൺസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സീസണാണ് കുറച്ച് ഇഷ്ടം കൂടുതൽ എന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, ഒരു നമുക്കിങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുന്ന ആളുകളെ സൊസൈറ്റിയുടെ റെപ്രസെന്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ തരത്തിലും ഇല്ലെങ്കിൽ പോലും കുറേ ആളുകളെ, കുറേ ക്യാരക്ടേഴ്സും കുറേ പേഴ്സ്പെക്റ്റീവ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ് നമ്മൾ, ഈവൻ ദോ സ്ക്രീനിൽ കൂടെ ആണെങ്കിൽ പോലും. അങ്ങനെ ഇഷ്ടം തോന്നിയ ഒരു കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡോ ഉണ്ടോ? ഞാൻ അധികം ബിഗ് ബോസ് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് പാർട്ട് ടൈം ജോബിനും പഠിത്തം അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ രഞ്ജിനി ചേച്ചിയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ആക്ച്വലി എനിക്ക് രഞ്ജിനി ഹരിദാസിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരി പറയാനുള്ള കാര്യം ആരോടാണെങ്കിലും മുഖത്ത് നോക്കി പറയും. ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ വേണ്ടത്. പക്ഷേ പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്ന പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരിയാണ്, ആറ്റിറ്റ്യൂഡാണ്, അങ്ങനെയുള്ള ഒരു ലെവലിലാണ്. അപ്പോൾ ശരിക്കും രഞ്ജിനി ചേച്ചി ചെയ്തതാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് രഞ്ജിനി ചേച്ചിനെ അങ്ങനെ എന്താ പറയുക മോശം എന്നുള്ളൊരു കാറ്റഗറിയിൽ പലരും പെടുത്തിയിരിക്കുന്നത്. കറക്റ്റ് വേർഡ് ഞാൻ പറഞ്ഞ ആളുകൾ തന്റേടി, അത് എന്റെ അഭിപ്രായത്തില് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കുറ്റം പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് അവർ പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാ. അതെ, ബാക്ക് ബിറ്റ് ചെയ്തിട്ട് നൈസായിട്ട് അവർക്ക് ഇപ്പൊ രഞ്ജിനി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഞാനാണ് പെൺകുട്ടികളിൽ ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമവും ദേഷ്യവും ഒരു ഫ്രസ്ട്രേഷനാണ് അവർ നമുക്കൊരു പേര് ചാർത്തി തരുന്നത്. അത്രയും ഞാൻ അതിനെ കാണുന്നുള്ളൂ. മിക്കവരും അങ്ങനെ തന്നെ, രഞ്ജിനി ചേച്ചിയും അതിനെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് രഞ്ജിനി ചേച്ചിയാണ് കുറച്ചും കൂടി ഓർമ്മ വരുന്നത്. പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ളതിൽ റിനോഷ് അത്യാവശ്യം നന്നായിട്ട് നിന്നിട്ട് പുള്ളിയുടെ അതെ ജെന്യൂൻ ആണ്. നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങനെ അതാണ് എനിക്ക് കാമായിട്ട്. പക്ഷെ എന്നാ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അതാ പുള്ളിയും അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെ, ഇപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ ഒരു ഈ മലയാളം ബിഗ് ബോസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിന്നിങ് ചാൻസ് കൂടുതൽ വന്നിന്നെങ്കിലും ലാസ്റ്റ് പോയിന്റിൽ പെട്ടെന്ന് ഒരു മെയിൽ ആള് വിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇതുപോലെ എനിക്കൊന്നും ഫീമെയിൽ വിന്നേഴ്സ് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, ദിൽഷ. അതിന്റെ ബേസ് ചെയ്ത് കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. വാട്ട് എവർ, അത് പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവില് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓഡിയൻസിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്ന കൂടുതലും പെൺകുട്ടികളുടെ വസ്ത്രധാരണയിലാണ്. അതായത് ഇപ്പോൾ ബിഗ് ബോസിലുള്ള ആൾക്കാർ അവരുടെ വസ്ത്രം അനുസരിച്ചിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ സ്വഭാവം ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും തെറ്റായൊരു ധാരണയാണ്. നമുക്ക് എന്നാണോ കംഫർട്ടബിൾ ആ വസ്ത്രമാണല്ലോ നമ്മൾ ധരിക്കേണ്ടത്. അതിന് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലൊരു ഡിസ്ക്രിമിനേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ആരെയും വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവർ, അതായത് ഒരു രീതിയിലും ഒരു കമ്മ്യൂണിറ്റിനെയോ അല്ലെങ്കിൽ വേറെ ഒന്നിനെയും ഒന്ന് ടച്ച് ചെയ്യാതെ മര്യാദക്ക് പോകുന്നവരെ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആർക്കൊക്കെ എവിടെ തൊട്ടാൽ പൊള്ളും എന്ന് പറയുന്ന മീൻസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, എവിടെ തൊട്ടാൽ എവിടെ പൊള്ളും, അങ്ങനെയുള്ളവരുടെ അടുത്തായിരിക്കും കൂടുതൽ പ്രശ്നം വരിക എന്ന് തോന്നിയിരുന്നു.